പ്രകടന പത്രികകൾ എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിലെത്തുമ്പോൾ നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ നടപ്പാക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യൂ എന്നാണ്. പക്ഷേ കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥയിൽ BJPക്ക് ഏതായാലും ഭരണത്തിലെത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ പ്രകടന പത്രികയിൽ സാധാരണഗതിയിൽ ഇപ്പം ഭരണത്തിലെത്തുമോ ഇല്ലയോ എന്നുള്ളതല്ല രാഷ്ട്രീയ പാർട്ടികൾ പ്രകടന പത്രികകൾ പുറത്തിറക്കുന്നത്. അത് തങ്ങളെ അധികാരത്തിലെത്തിക്കാൻ വോട്ടർമാരോട് ആഹ്വാനം ചെയ്തുകൊണ്ടാണ്, അവർ വിലയിരുത്തട്ടെ എന്ന് കരുതിക്കൊണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ BJP കേരളത്തിൽ അധികാരത്തിലെത്താനുള്ള സാധ്യതയില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ആ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട് അതിലെ പോയിന്റ് ബൈ പോയിന്റ് ഓരോന്നായി എടുത്ത് ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാകുന്നില്ല. പക്ഷേ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് അധികാരത്തിലെത്തിയാലും ഇല്ലെങ്കിലും BJP എന്ന നിലയിൽ, ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ, NDA എന്ന മുന്നണി സംവിധാനം എന്ന നിലയിൽ അവർക്ക് സമ്മർദ്ദം ചെലുത്തി കേരളത്തിൽ കൊണ്ടുവരാവുന്ന ചില കാര്യങ്ങളാണ് നേരത്തെ പറഞ്ഞ ഈ കോഴിക്കോടും തിരുവനന്തപുരത്തും മെട്രോ എന്നുള്ളത്, കേരളത്തിനൊരു എയിംസ് എന്നുള്ള ദീർഘകാലമായുള്ള കേരളത്തിൻ്റെ ഈ ആവശ്യം. അത് അവർ ഭരണത്തിലെത്തിയാലും ഇല്ലെങ്കിലും കേന്ദ്ര സർക്കാരിനെ കൊണ്ട് അത് ആ നിലയിൽ സമ്മർദ്ദം ചെലുത്തി BJPക്ക് കേരളത്തിൽ നടപ്പാക്കാവുന്ന കാര്യമാണ്. അതിനി അധികാരത്തിലെത്തുന്നത് വരെ അവർ കാത്തിരിക്കേണ്ടതില്ല. മറ്റൊന്ന്, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട CBI അന്വേഷണത്തിൻ്റെ കാര്യമാണ്. അത് ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട് അധികാരത്തിലെത്തിയാൽ മാത്രമാണ് അവർക്കത് ചെയ്യാൻ കഴിയുക. കാരണം സംസ്ഥാനത്തൊരു CBI അന്വേഷണം വേണമെങ്കിൽ ഒന്നിൽ സംസ്ഥാന മന്ത്രിസഭയോ അല്ലെങ്കിൽ ഹൈക്കോടതിയോ ഇക്കാര്യത്തിൽ CBIയോട് അന്വേഷിക്കാൻ ശുപാർശ നൽകേണ്ടി വരും. അധികാരത്തിൽ വരുമെന്ന് വിശ്വാസമില്ല. അല്ല, അധികാരത്തിൽ വരും. അല്ലാതെ ഏത് നിലയിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താമെന്ന ഒരു കാര്യം കൂടി അതിനകത്ത് പറയേണ്ടതായിരുന്നു. വിവിധ കേന്ദ്ര ഏജൻസികളുണ്ടല്ലോ, CBI അല്ലാതെ ഇത്തരം ഈ ചട്ടങ്ങളല്ലാതെ അതൊക്കെ മറികടന്നുകൊണ്ടോ അല്ലെങ്കിൽ അല്ലാതെ അവർക്ക് അന്വേഷണം നടത്താൻ ഉതകുന്ന നിരവധി ഏജൻസികളുണ്ട്. അവരെ ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണം നടത്താമെന്നൊക്കെ വേണമെങ്കിൽ ഇതിൽ വാഗ്ദാനം ചെയ്യാമായിരുന്നു. ഏതായാലും ഈ ആവശ്യങ്ങൾ, കേരളത്തിൻ്റെ ഈ ആവശ്യങ്ങളോട് ഇനിയെങ്കിലും BJPയും കേന്ദ്ര സർക്കാരും മുഖം തിരിഞ്ഞിരിക്കാതെ ആ കാര്യങ്ങൾ, കേരളത്തിൻ്റെ ദീർഘകാലമായിട്ടുള്ള ആവശ്യങ്ങൾ അത് ഈ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അത് നടപ്പാക്കട്ടെ. നേരത്തെ ഗോപികൃഷ്ണൻ പറഞ്ഞത് വളരെ ഗൗരവവും രസകരവുമായ കാര്യമാണ്. 3500 രൂപ ക്ഷേമ പെൻഷൻ നൽകുമെന്ന് 2021 പ്രകടന പത്രികയിൽ പറഞ്ഞപ്പോൾ സാധാരണഗതിയിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികളും അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോൾ കൂട്ടുകയാണ് ചെയ്യുക. അത് കുറച്ച് 4000 രൂപ എത്തിക്കാം എന്ന് പറയുന്നതിന് പകരം 3500-ൽ നിന്ന് 3000 ആക്കി ഈ പ്രകടന പത്രികയിൽ വന്നിരിക്കുന്നു എന്ന സവിശേഷത കൂടിയുണ്ട്. ഓക്കെ, മാത്രമല്ല മറ്റുള്ള പാർട്ടികളൊന്നും പ്രകടന പത്രിക ഇറക്കിയിട്ടുമില്ല അല്ലേ? അതെ, പാർട്ടികൾ ഇറക്കിയിട്ടില്ല. ആദ്യത്തെ പ്രകടന പത്രിക, ആദ്യം വന്ന പ്രകടന പത്രിക എന്ന നിലയിൽ ആഷ്മി ഒരു ആദരവ് തോന്നില്ല. SK എന്ന് പറഞ്ഞാൽ ഇത് BJP ആണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഇതിനോടകം തന്നെ ഇവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെ ഉള്ളൂ. അല്ല, ഞാൻ പറയുന്നത് ഇപ്പോൾ ഇവർ പറഞ്ഞ ശബരിമലയിൽ ഇവിടുത്തെ അന്വേഷണം ശരിയല്ല, അത് സർക്കാർ ഇൻഫ്ലുവൻസ് ഒക്കെയാണ് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ BJP അധികാരത്തിലേക്ക് എത്തുമ്പോൾ CBIയുടെ കാര്യമില്ല, അവരുടെ പോലീസ് അന്വേഷിച്ചാൽ മതിയല്ലോ. അങ്ങനെ പ്രശ്നം അവിടെയുണ്ട്. ഈ പറയുന്ന പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ ഒരു റെസ്റ്റ് ഓഫ് ദ ഇന്ത്യ ബാക്കി സംസ്ഥാനങ്ങളെക്കാൾ കുറച്ചുകൂടി എല്ലാ ഇൻഡെക്സിലും വികസിച്ച് നിൽക്കുന്ന ഒരു കേരളത്തിന് ആനുപാതികമായി കേരളത്തിന് വേണ്ട ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണെന്ന് ഞാൻ കരുതുന്നില്ല. എന്ന് പറയുമ്പോൾ പോലും ഒരു പാർട്ടി അവരുടെ ഇലക്ഷൻ പ്രകടന പത്രിക എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ അധികാരത്തിലേക്ക് വന്നാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങൾ എന്നുള്ള നിലയ്ക്ക് കേരളത്തെ അറിയിക്കുമ്പോൾ അതിനോട് അർഹിക്കുന്ന ബഹുമാനത്തോട് തന്നെ കാണും. ഓക്കെ ഗോപി, ഈ പ്രകടന പത്രികകൾ നമ്മൾ ഒരുപാട് കണ്ടു കേരളത്തിൽ. ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ തുടങ്ങിയ കാലം മുതലേ പ്രകടന പത്രികകളുണ്ട്. എന്നാൽ ഏതെങ്കിലും പ്രകടന പത്രികകൾ നടപ്പിലാക്കി എന്ന് ഏതെങ്കിലും ഒരു മുന്നണിക്ക് എന്തെങ്കിലും അവകാശപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്? അതിപ്പോൾ ഈ നേരത്തെ അസിത സൂചിപ്പിച്ചത് ശരിയാണ്. കാരണം ഈ സർക്കാർ അവരുടെ ഏറ്റവും വലിയൊരു അവകാശവാദം തന്നെ ഞങ്ങൾ പ്രകടന പത്രികയിൽ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ നടപ്പാക്കിയിട്ട് അതിൻ്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ചത്. അതിലാണ് അദ്ദേഹം പറയുന്നത് ഇന്ന കാര്യങ്ങൾ, അതായത് അത് കൃത്യമായിട്ട് ഏതൊക്കെ കാര്യങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്, ഏതൊക്കെ കാര്യങ്ങൾ കൃത്യമായി പോയിട്ടുണ്ട്, ഏതൊക്കെയാണ് ലെഫ്റ്റ് ഔട്ട് ആയിട്ടുള്ളത്, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിലൊരു പ്രോഗ്രസ് റിപ്പോർട്ട് പോലെ അത് മാർക്ക് ചെയ്ത് പോയിരുന്നു. അങ്ങനെ ആ അർത്ഥത്തിൽ ഈ സർക്കാരിന് ജനങ്ങൾക്ക് മുന്നിൽ ആ കാര്യങ്ങൾ പറയാം, ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയാം. അതാണ് ഞാൻ SK നേരത്തെ പറഞ്ഞത്. അതായത് വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുകയും നടപ്പാക്കിയെന്ന അവകാശവാദത്തോടു കൂടി ജനങ്ങളെ സമീപിക്കുകയും ചെയ്യുമ്പോൾ ഒരു സംവാദത്തിന് മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ മടിക്കേണ്ട കാര്യമില്ല. അവിടെയാണ് ഞാൻ സംശയിക്കുന്നത്, ഈ സംസ്ഥാനത്തിന്റെ കടമെടുപ്പും സാമ്പത്തിക ഭദ്രതയും അടക്കമുള്ള കാര്യങ്ങളിൽ ഉയർന്നു വന്നേക്കാവുന്ന ചോദ്യങ്ങളാണോ അദ്ദേഹത്തെ ആശങ്കപ്പെടുത്തുന്നത്? അതിനുള്ള മറുപടി കിട്ടാതെ പോകുമോ എന്നതാണോ യഥാർത്ഥത്തിൽ ഈ സംവാദത്തിന് വിഘാതമായി നിൽക്കുന്നത് നമുക്കറിയില്ല. പക്ഷേ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ സംശയിക്കാവുന്നതാണ്. അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഒരു വികസന സംവാദത്തിന് വിളിക്കുമ്പോൾ മുഖം തിരിച്ചു നിൽക്കേണ്ട സാഹചര്യം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ സർക്കാരിന് ഇല്ല, അവർ തന്നെ ഉന്നയിക്കുന്ന അവകാശവാദങ്ങൾ അനുസരിച്ച്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.